ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കക്കയം ഡാമിനടുത്തുള്ള ഉരക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ട് അവിടുത്തെ ഗൈഡായ സലോമി കക്കയം അവർ പറയുന്നത് നമുക്ക് കേട്ടാലോ. അത് കുറേ വർഷമായി എവിടെ ആണല്ലേ? ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടൊക്കെ പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല അധികം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുട് പോലെ കാണാം. പൊട്ടിക്കൂടിയില്ല, ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെയാണ് പോകുന്നത്. ലാസ്റ്റ് ഉദാഹരണം മാത്രമാണ് ആ ഇടത്തുനിന്ന് വളർത്തുന്ന പടവുകളുണ്ടോ, പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിയിട്ടൊന്നുമില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകും. പാറയുടെ പൊട്ടിക്കൂടെ പോയിട്ട് പല പല ഭാഗത്താണ് പൊങ്ങുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴി വെള്ളത്തിലേക്ക് വീണ് പോയാൽ പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വിട്ടുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന കേന്ദ്രീയംകുളം വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി വിളിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആളുകളെല്ലാം ഈ പുഴ കടന്ന് കാട്ടിക്കുറക്കറിയ താഞ്ഞിക്കുന്ന മരത്തെപ്പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണണം. അങ്ങനെ കക്കയവും ഉരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കരിയത്തുമ്പോൾ തോണിക്കടവ് എന്ന ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ? ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം ഇതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് ട്രെക്കിംഗ് ആയിട്ട് അതിസാഹസികമായ ഈ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താനെത്തുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് ഒരു വിനോദസഞ്ചാരി മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണുന്ന പാടം കെട്ടിക്കൂടിയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളത്തിന് പേരും കൂടെ വരാൻ പോകും. ഈ പാലം ഉണ്ടാക്കി നമുക്ക് ആ തൂക്കുപാലത്ത് കയറുന്ന ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാമായിരുന്നു. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടപ്പോൾ നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നു. ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ വെള്ളം കൂടെ പാലം മൂടി വന്ന് വെള്ളം തള്ളും 3 ദിവസം. അങ്ങനെയാണ് തൂക്കുപാലം പൊട്ടിപ്പോയി. പിന്നെയാണ് കമ്പിവേലിയിലേക്ക്. വേറെ പ്രത്യേകത ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായു, തടി, ചെവി ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപൊത്തിന് സെൻറ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ നിർത്തുള്ളൂ. 18 കിലോമീറ്റർ അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാത്തറ വാണാസുര സാഗർ. പടിഞ്ഞാത്തറ വാണാസുര സാഗറിന് വെള്ളം തുറന്നിട്ടാൽ കക്കാണക്കെട്ട് വരും. കക്കാണക്കെട്ട് തുറന്നിട്ടാൽ പെരുമാമൊഴി അണക്കെട്ടിലേക്ക്. ഏകദേശം അങ്ങനത്തെ പ്ലേസ് ആട്ടോ.